linear combination of matrices if A1, A2, A3, etc. are matrices of same size, and if C1, C2, etc. CR are scalars, then an expression of the form C1, A1 plus C2, A2 plus C3, A3 plus etc. plus CR, AR is called a linear combination of A1 of the matrices A1, A2, A3, etc. AR with coefficients. Coefficients means scalars. Coefficients C1, C2, etc. CR. അതൊക്കെ എന്താണ് റിയൽ നമ്പേഴ്സ് ആണ്. സ്കെയിലേഴ്സ് ഉദ്ദേശിക്കുന്ന റിയൽ നമ്പേഴ്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഞാനെടുത്തു ലെറ്റ് A1 is equal to 1 to 0 1, A2 is equal to 0 minus 1 3 4 എല്ലാം സെയിം സൈസ് ആയിരിക്കണം. ആൻഡ് A3 is equal to 4 1 7 8 എന്തോ ആയിക്കോട്ടെ. ഇനി C1A1 plus C2A2 plus C3A3, C1A1 plus C2A2 plus C3A3 is the linear combination. What is C1A1? C1 into 1 2 0 1 plus C2 into 0 minus 1 3 4 plus C3 into 4 1 8 9. We can replace C1, C2, C3 by any scalars. Suppose replace C1 by C1 and C2 and C3 by 2 3 minus 4 3 2 minus 4. C1 in the place is 3, C2 in the place is 2, C3 in the place is minus 4. Then we can find the answers. 3 കൊണ്ട് ഇവിടെയുള്ള എല്ലാ ആൾക്കാരെയും മൾട്ടിപ്ലൈ ആണ് അല്ലേ. എന്താ വരിക? 3 into 1, 3 into 2, 3 into 0, 3 into 1 പ്ലസ് 2 കൊണ്ട് ഇവിടുത്തെ ആൾക്കാരെ മൊത്തം മൾട്ടിപ്ലൈ ആണല്ലോ. 2 into 0, 2 into minus 1, 2 into 3, 2 into 4 പ്ലസ് ഈ മൈനസ് 4 കൊണ്ട് ഇവിടെയുള്ള മൊത്തം ആൾക്കാരെ മൾട്ടിപ്ലൈ ആണല്ലോ. minus 4 into 4, minus 4 into 1, minus 4 into 8, minus 4 into 9. Again adding these three matrices. How to add these three matrices? This is equal to answer എടുക്കാലോ. Is equal to 3 plus 0, 3 plus 0 minus 16, 6 minus 2 minus 4, 0 plus 6 minus 32, 1 plus 8 minus 36. So this can be written as 3 minus 16 minus 13, 6 minus 6 0 minus 26 25. This matrix is the linear combination of this matrix and this matrix. ഈ മൂന്ന് മെട്രിക്സിൻ്റെയും A1-ൻ്റെയും A2-ൻ്റെയും A3-ൻ്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ മെട്രിക്സ്. എങ്ങനെ കിട്ടി? C1-ന് 3 കൊടുത്തു, C2-ന് 2 കൊടുത്തു, C3-ക്ക് -4 കൊടുത്തു അല്ലേ. അപ്പോൾ C1-നും C2-നും C3-ക്കും എനിക്ക് ഇഷ്ടംപോലെ റിയൽ നമ്പേഴ്സിനെ കൊടുക്കാൻ സാധിക്കും അല്ലേ. C1-നും C2-നും C3-ക്കും പോലെ ഇഷ്ടംപോലെ റിയൽ നമ്പേഴ്സ് എനിക്ക് കൊടുത്ത് ഇഷ്ടംപോലെ ലീനിയർ കോമ്പിനേഷൻസ് ഓരോ പ്രാവശ്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ A1 is equal to 1 2 minus 1, A2 is equal to 4 5 minus 2, A3 is equal to 1 0 2. What is C1 A1 plus C2 A2 plus C3 A3 is a linear combination of this set A1, A2 and A3.
replace a1 by a1 in the place c1 in the place c2 in the place c3 in the place c1 in the place 2c2 c2 in the place 0 c3 in the place -1 അപ്പോൾ എന്താ വരിക 2 into 1 2 minus 1 plus 0 into 4 5 minus 3 plus അല്ലെങ്കിൽ minus 1 into 1 0 2 ഇവിടെ 2 കൊണ്ട് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യാനല്ലോ 2 ഇതിനകത്ത് എല്ലായിടത്തും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ അപ്പോൾ എന്താ വരിക 2 into 1 2 into 2 2 into minus 1 ഇവിടെ 0 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ 0 കൊണ്ട് എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 0 0 0 പ്ലസ് ഈ -1 കൊണ്ട് ഇവിടെ എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ -1 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ -1 into 1 -1 into 0 -1 into 2 ഇനി മൂന്നും കൂടി ആഡ് ചെയ്യാമല്ലോ 2 plus 0 plus -1 4 plus 0 plus 0 -2 plus 0 -2 so 2 minus 1 4 minus 4 so this is a one linear this is a linear combination of a1 a2 and a3 ഇഷ്ടംപോലെ linear combinations എനിക്ക് a1 a2 a3 വെച്ച് ഉണ്ടാക്കാം എങ്ങനെ ഈ സ്കെയിലേഴ്സിന് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി വേറെ റിയൽ നമ്പേഴ്സ് ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ c1 ന് 2 ഉം c2 ന് 0 ഉം c3 ക്ക് -1 കൊടുത്തപ്പോഴാണ് ഇത് കിട്ടിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ c1 ന് പകരം ഒരു 5 ഓ c2 ന് പകരം ഒരു -6 ഓ c3 ക്ക് പകരം 9 ഒക്കെ കൊടുത്ത് ചെയ്യാം അപ്പോൾ ഈ മൂന്ന് മെട്രിക്സിന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഈ മൂന്ന് കോളം മെട്രിക്സുകളുടെയും ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് ഇഷ്ടംപോലെ ലീനിയർ കോമ്പിനേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ അവിടെ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ എക്സാമ്പിൾ ആയിട്ട് പറയാം a1 x1 പ്ലസ് അല്ലെങ്കിൽ a11 x1 പ്ലസ് a12 x2 പ്ലസ് a13 x3 is equal to b1 a21 x1 plus a22 x2 plus a23 x3 is equal to b2 a31 x1 plus a32 x2 plus a33 x3 is equal to b3 ഇതിനെ എനിക്ക് എങ്ങനെ മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം ഇതിനെ എനിക്ക് മെട്രിക്സ് ഫോം വേണമെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് എങ്ങനെ എഴുതാമെന്ന് അറിയാം ഇതാ ഈ ഇത്രയും ആൾക്കാരെ ഞാൻ ഇങ്ങനെ എഴുതുന്ന വിരോധമുണ്ടോ a11 x1 a21 x1 a31 x1 പ്ലസ് ഇതിനെ വേറൊരു കോളം മെട്രിക്സ് ആയിട്ട് എഴുതിയാലോ a12 x2 a22 x2 a32 x2 പ്ലസ് ഇതിനെ ഒരു കോളം ആയിട്ട് എഴുതിയാലോ a13 x3 a23 x3 a33 x3 is equal to b1 b2 b3 ഞാൻ മൂന്ന് കോളം നിങ്ങൾ ആലോചിച്ച് നോക്കി തിരിച്ചങ്ങോട്ട് നോക്കി ഈ മൂന്ന് കോളം മെട്രിക്സും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതല്ലേ ഈ ലെഫ്റ്റ് സൈഡിലെ ഈ സിസ്റ്റം ശരിയല്ലേ ഇനി ഇതാണല്ലോ റൈറ്റ് സൈഡും ഒക്കെ ആണല്ലോ നെക്സ്റ്റ് ഞാനിവിടെ നോക്കി ഇവിടെ എല്ലാറ്റിലും x1 ഉണ്ടല്ലോ x1 കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്താ വരിക a11 a21 a31 into x1 പ്ലസ് ഇവിടെ നിന്ന് x2 നെ കോമൺ ആയിട്ട് എടുത്താലോ a12 a22 a32 into x2 ഇവിടെ നിന്ന് x3 നെ പുറത്തെടുത്താലോ a13 a23 a33 into x3 is equal to b1 b2 b3 അപ്പോൾ എന്താ വരിക
ആക്ച്വലി നമ്മൾ വളരെ നിസ്സാരം പോലെ മെട്രിക്സ് ഫോമിലേക്ക് ഇതിനെങ്ങനെ മാറ്റാം? ഇതിനിങ്ങനെയാക്കാം അല്ലേ? A11, A12, A13, A21, A22, A23, A31, A32, A33 into x1, x2, x3 is equal to b1, b2, b3. ഇതാരാ? ഇതിന് പകരം ഞാനൊരു മെട്രിക്സിന്റെ പേര് കൊടുത്തു ക്യാപിറ്റൽ എ. ഇതൊരു വേരിയബിൾ മെട്രിക്സ് ആണ്. ഇതിന് പകരം ഞാനൊരു പേര് കൊടുത്തു എ ക്യാപിറ്റൽ എക്സ്. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഇതിന് പകരം വേറൊരു മെട്രിക്സിന്റെ പേര് കൊടുത്തു b എന്ന് കൊടുത്തു. ax is equal to b. അപ്പോൾ this is a, this is x, this is b അല്ലേ? അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എനിക്ക് എങ്ങനെ ഫോം ചെയ്യാം? ഞാനത് പറഞ്ഞിട്ടുണ്ടാവും. ഒരു സിസ്റ്റത്തിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഏത് ഫോം? ax is equal to b. Here a is this coefficient matrix, x is this variable unknown matrix x1, x2, x3 and b is this constant matrix. അപ്പോൾ ax equal to b എന്ന സിസ്റ്റം, ഈ സിസ്റ്റത്തിന്റെ കണ്ടോ ലെഫ്റ്റ് സൈഡ് കണ്ടോ? ലെഫ്റ്റ് സൈഡ് എന്ത് എഴുതിയിരിക്കുന്നു? x1 ഇൻറ്റു ഒരു കോളം മെട്രിക്സ്, x2 ഇൻറ്റു മറ്റൊരു കോളം മെട്രിക്സ് പ്ലസ് x3 ഇൻറ്റു വേറൊരു കോളം മെട്രിക്സ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡ് എന്ന് വെച്ചാൽ എന്താണാവോ? ഇത്3 എന്ന് വെച്ചാൽ എന്താണ്? ഈ കോളം മെട്രിക്സിന്റെയും ഈ കോളം മെട്രിക്സിന്റെയും ഈ കോളം മെട്രിക്സിന്റെയും ഒരു ലീനിയർ കോമ്പിനേഷൻ അല്ലേ? x1, x2, x3ക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാമല്ലോ. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ. ഇപ്പൊ ഇവിടെ ഈ ആൻസർ കിട്ടണം. ഈ ആൻസർ കിട്ടാൻ പറ്റുന്ന രീതിയിൽ x1, x2, x3 കൊടുക്കുമ്പോഴേ ശരിയാവും. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒരു തീരമായിട്ടൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. If capital A is an m by n matrix, if capital A is an m by n matrix and if capital X is an n by 1 column vector, ഞാനിപ്പോൾ പറഞ്ഞതിനെ n-നെ 3 ആയിട്ട് വിചാരിച്ചാൽ മതി. then the product AX, then the product AX അല്ലെ? AX ആണ് ഈ കാണുന്നത് അല്ലെ? ഇതാണ് AX. then the product AX can be, then the product AX can be expressed as a linear combination of the column vectors of A. Express the linear combination of the column vectors of capital A, column vectors of capital A, in which the coefficients are the entries of X. അപ്പോൾ നോക്കിയേ, ഇവിടെ എന്ത് കിട്ടി? ഇവിടെ വന്നില്ലേ, ഈ ഓരോ ആൾക്കാരും എ എന്ന മെട്രിക്സിന്റെ കോളംസ് അല്ലേ? എ എന്ന മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം അല്ലേ ഇതാ കിടക്കുന്നത്? എ എന്ന മെട്രിക്സിന്റെ സെക്കൻഡ് കോളം അല്ലേ ഇതാ കിടക്കുന്നത്? എ എന്ന മെട്രിക്സ് ഇതാണ്, ഇതിന്റെ തേർഡ് കോളം അല്ലേ ഇതവിടെ കിടക്കുന്നത്? ഈ എ എന്ന മെട്രിക്സിന്റെ കോളംസിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ് ലെഫ്റ്റ് സൈഡ് അല്ലെ? AX. ഓക്കെ ആണോ?
ഇനി the transpose of a matrix. ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നോക്കിയാൽ എന്താണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ഒരു മെട്രിക്സിന്റെ റോസിനെയും കോളംസിനെയും അങ്ങ് തിരിച്ചിട്ടാൽ മതി, അതിനാണ് ട്രാൻസ്പോസ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളം ആക്കണം തിരിച്ച്. ഡെഫിനിഷൻ ആയിട്ട് ഇങ്ങനെ പറയാം: ഇഫ് ക്യാപിറ്റൽ എ ഈസ് എനി m by n matrix, if capital A is any m by n matrix, then the transpose of A, then the transpose of capital A നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: a raised to t പോലെ, denoted by a raised to t is defined to be the m by is defined to be the n by m. തിരിച്ച് നേരത്തെ m by n, a m by n ആണെങ്കിൽ a ട്രാൻസ്പോസ് ആരാണ്? n by m ആണ്. n by m matrix that results by interchanging the rows and columns, interchanging the rows and columns, interchange the rows and columns of A, that is the first column, that is the first column of A transpose എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് കോളനെ തിരിച്ചിടുന്നതാണ് അല്ലേ? is the first column of A transpose is the first row of capital A. The second column of A transpose is the second row of capital A and so on. അല്ലേ? ഇങ്ങനെ വെക്കൊണ്ടിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പോൾ A is equal to A 2 3 4 5 0 1 minus 1 6 0 9 2 4 6 8 minus 8 3. അങ്ങനെയാണെങ്കിൽ A ട്രാൻസ്പോസ് എന്തോരൂടെ അല്ലെ? ഫസ്റ്റ് റോയിനെ പിടിച്ചിട്ട് ഫസ്റ്റ് കോളം ആക്കും. അങ്ങനെ 2 3 4 5. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കാം. 0 1 minus 1 6. അടുത്തതോ 0 9 2 4. അടുത്തതോ 6 8 minus 8. അപ്പോൾ A ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസമുള്ള കാര്യമല്ലല്ലോ. The trace of a matrix. ഒരു മെട്രിക്സിന്റെ ട്രേസ് എന്ന് വെച്ചാൽ ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ട്രേസ് ആണ്. അതിന്റെ ഡയഗണൽ എലമെന്റ്സുകളുടെ സമ്മിനെയാണ് നമ്മൾ ട്രേസ് എന്ന് വിളിക്കുന്നത്. If capital A is a square matrix, capital A is a square matrix, then the trace of A നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് TR of A is defined to be the sum of the entries on the
main diagonal of capital A. So A square matrix ആണെങ്കിൽ ഇത് പറ്റത്തുള്ളൂ. A square matrix അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ A is equal to 1 4 6 9 0 2 4 3 4 3 0 9 minus 8 6 minus 7 5. അപ്പോൾ ഇവിടുത്തെ ട്രേസ് പറയാൻ എന്ത് ചെയ്യണം? അത് ഡയഗണൽ സ്ക്വയർ മെട്രിക്സ് ആണല്ലോ അല്ലേ? അപ്പോൾ ഡയഗണൽ എലമെന്റ്സിന്റെ സം എടുക്കണം അല്ലേ? ഈ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ട്രേസ് ഓഫ് A is 1 plus 2 plus 0 plus 5 അല്ലേ? 8. ഇത്രേ ഉള്ളൂ. ട്രേസ് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യമല്ലല്ലോ.